വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടേബിൾ ഓർഗനൈസർ ഒക്കെ ഉപയോഗിച്ച് ടേബിൾ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുറത്തുള്ള ഓൾ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരോടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരോടി നമ്മൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് എവിടെ അറിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വലിയ മേശ. അടിയിൽ ഇത് താട്ടൻ്റെ ബുക്കുകളും ഇതെൻ്റെ ബുക്കുകളുമാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ബോക്സും പിന്നെ മാമ വാങ്ങി തന്നൊരു ഫയലും പിന്നെ എൻ്റെ സ്റ്റേഷനറി ഒരു വലിയ ബോക്സ് ഉണ്ട്. നിറച്ച് സാധനങ്ങളാണ് കേട്ടോ അതിൽ. എല്ലാ സ്റ്റേഷനറീസ് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ മേക്ക് ഓവർ ചെയ്യാം. ഇതുപോലെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പൈനാപ്പിള്, പിന്നെ ആർമി, അതുപോലെ തന്നെ ഒരു ചതുരം, BTS, പിന്നെ ഒരു മറ്റേ മേഘം, പിന്നെ ഒരു വെള്ളത്തുള്ളി, പിന്നെ സ്ട്രോബെറി, ആപ്പിള് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ചുമരുമ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഇതിൻ്റെ അരിയിൽ വെക്കുന്നത് നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ വൈറ്റ് ബോർഡാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ വാങ്ങിയപ്പോൾ ഈ സാധനം മാത്രം കേട് വന്നു. ഇതിൽ ഒരു ചട്ട ഒട്ടിച്ചതാണ് കേട്ടോ. പറയാനേ കിട്ടണില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നേരതായി ഈ അരിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാമല്ലോ ഇതിൽ പെട്ടെന്ന്. ടിന്ന്, നമ്മുടെ പായസത്തിൻ്റെ ടിന്നിൽ ചെയ്തെടുത്ത ഒരു ഹോൾഡറാണ്, പെൻസിൽ ഹോൾഡറാണ് ഇത്. പായസത്തിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, അരവണേൻ്റെ ഒക്കെ, അതിൽ കുപ്പിയിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. ഇതുപോലത്തെ വേറെ ഒന്നുകൂടി ഉണ്ട്. ഇത് നമുക്ക് അവിടെ വെക്കാം. അടുത്തത് ഇതാണ്. ഇതും അതുപോലെ അരവണേൻ്റെയാണ്. കണ്ട്, ഇതുപോലെ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതും അവിടെ വയ്ക്കാം. അപ്പം ഇത് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെൻസിൽ സ്കെച്ച് ആൻഡ് വയ്ക്കാം. ഇത് വെക്കാൻ നമ്മൾ സ്കെയിൽ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, പെന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വാങ്ങിയ പെന്നാണ്, ഈ മയിലിൻ്റെ കേട്ടോ. പിന്നെ ഒരു മേഘത്തിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ പെൻസിലിൻ്റെ ഉണ്ട്, സ്ട്രോബെറി കേട്ടോ. പിന്നെ ഇതാ ഒരു യൂണിക്കോണിൻ്റെ പെന്നുണ്ട്, പിന്നെ നോർമൽ പെന്നും, പിന്നെ ഇതൊരു ട്യൂബിനെ മേക്ക് ഓവർ ചെയ്തു, പിന്നെ ഒരു കരടിക്കുട്ടന്. അപ്പം ഇതൊക്കെ നമുക്ക് അതിൽ വെക്കാം. അതൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്, സ്കെയിലൂടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൽ ഒരു ഹൈലൈറ്റർ കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ല ഗ്ലേസിങ് ആയി തോന്നുന്നത് ഞാനിതിൽ നെയിൽ പോളിഷ് തേച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അടുത്തതായി ഞാൻ ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വുഡിൻ്റെ പോലെ സ്റ്റാൻഡ് ഉണ്ടാവുക. എനിക്കിപ്പോൾ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചുണ്ടാക്കി. അപ്പോൾ ഇതിങ്ങനെ വെക്കാം നമുക്ക് ഇതിൽ. അതവിടെ ഇങ്ങനെ വെക്കാം നമുക്ക്. ഇത് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ടൈം ടേബിൾ വയ്ക്കാം. അപ്പം അത് നല്ല രസമാണ് ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ, നല്ല ചന്താണ്. ഇത് വീടൊന്നുമില്ല കേട്ടോ. ഞാൻ വലിയ സ്കെച്ചും പിന്നെ ഒരു കറുപ്പ് സ്കെച്ചും പിന്നെ ഒരു പെർമനൻറ്റ് മാർക്കറുമാണ് ഇതിൽ വെക്കണേ. പിന്നെ സ്കെച്ച് ആളും കേട്ടോ. അപ്പം നമുക്കിതൊക്കെ വെക്കാം. ഞാൻ ഇതിൽ വെക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തതായി തന്നെയാണ്. അങ്ങനെ ബനിയൻ്റെ വള്ളി, ട്രൗസറിൻ്റെ വള്ളിയൊക്കെ മാസ്കിൻ ടാപ്പിൽ ഒട്ടിച്ച് ചുറ്റിയെടുത്തതാണ്. കണ്ടോ. അപ്പോൾ അത് അതിൻ്റെ ബാക്കിലൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിതിവിടെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യും. 2-3 കൊട്ടൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്കൊരു മങ്ങലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും വെക്കാം.
ഇതിലൊരു കണ്ണട വെക്കാട്ടോ, രസല്ലേ. ആയിട്ട് ഇതേ നമ്മൾ വാൾപുട്ടിയും കൊണ്ട് ഉണ്ടാക്കിയ പൊറാട്ടയും ഫിഷും ഉണ്ട്. അതുപോലെ ചട്ടിയിൽ ബുൾസൈ ഉണ്ട്, അതുകൂടി നമുക്കതിൽ വെക്കാം. അത് ഇവിടെ വെക്കാം. അപ്പം അങ്ങനെ ക്യൂട്ടായി ഇരുന്നോളും. ക്യൂട്ടായിട്ട് കളേഴ്സ് നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. പാത്രമൊക്കെ കുത്തിയറിഞ്ഞ് കേടെടുത്തിന്, ഒന്നാലും കുഴപ്പമില്ല. ആഗസ്റ്റൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് കലണ്ടർ ഉണ്ടാക്കി. കണ്ടേ, ഇതിങ്ങനെ കോൺ പോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് അവിടെ അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ബോക്സ് ആണ്. ക്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബോക്സ് ഇതുപോലെ ഉണ്ടാക്കിയത് നമുക്ക് അവിടെ വയ്ക്കാം. ഇതിങ്ങനെ വയ്ക്കാം. അപ്പം ഇതിൽ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പോൾ നമ്മുടെ വൈറ്റ് ബോർഡ് അങ്ങനെ വൈപ്പ് ചെയ്യണ ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ അതിൽ വയ്ക്കുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ വയ്ക്കാം. നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു, അത്ര ക്യൂട്ടല്ല എന്നാലും, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. വെറുതെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ നിന്നോളൂ. ഈ ഇടയിൽ എന്ത് വേണമെങ്കിലും വെക്കട്ടെ. നമുക്ക് വീക്ക്ലി പ്ലാനർ ബുക്ക് ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡേ എഴുതിയിട്ടുണ്ട്. ഇതിവിടെ വെക്കാം. ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്, നല്ല ക്യൂട്ടാണ്. ഇത് കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. അപ്പോൾ അതാ ഇതിങ്ങനെ ഒരു പിടുത്തം പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തുറക്കുമ്പോൾ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറച്ചധികം ക്യാൻവാസ് സ്റ്റിക്കേഴ്സും ഉണ്ട്, പേപ്പർ സ്റ്റിക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ഇത് കഴിഞ്ഞു. ഇനി നമുക്കിത് ലാസ്റ്റായി ഒന്നുകൂടി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.